ഹായ് ഗായ്സ്, ഞാൻ ഇന്നിവിടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നെ നിങ്ങൾക്ക് അറിയുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒരു മിഡിൽ ക്ലാസ്, ബിലോ മിഡിൽ ക്ലാസ് ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ കാണും. ഭയങ്കര എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം, എക്സ്പെൻസീവ് ഡ്രസ്സ് ഇടണം, എക്സ്പെൻസീവ് ചെരുപ്പ്, ഫുട്വെയർസ്, ഹീൽസ് ഒക്കെ ഇടണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ സാമ്പത്തിക പരിമിതി നമുക്കറിയാവുന്നതുകൊണ്ട് നമുക്ക് ഓവറായിട്ടൊന്നും ചെയ്യാനും മേടിക്കാനും പറ്റില്ല. നമ്മൾ ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും പാരൻസും നമ്മൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതുകൊണ്ട് നമുക്കൊന്നും വേണമെന്ന് പറയാൻ നമുക്ക് തോന്നത്തുള്ളൂ. അങ്ങനെ ഞാനൊരു ദിവസം ഇൻസ്റ്റയിൽ ഒരു റീൽ ഇട്ടു. അത് 1 മില്യൺ ഏകദേശം വ്യൂസ് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു കൊളാബ് ചെയ്തിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ചെയ്യാം. അപ്പോൾ തൊട്ട് എനിക്ക് അതിന് 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ അക്കൗണ്ട് ഒന്ന് പബ്ലിക് ആക്കിയായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു റീൽ ഇട്ടത്. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹം വന്നു. എന്നാ കുറച്ച് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയാൽ അത് 1 മില്യൺ അടിച്ചപ്പോൾ തൊട്ട് ഒരു ഭയങ്കര ഇത്. പിന്നെ അടുത്തൊരു വീഡിയോ അടുത്തിങ്ങനെ അപ്പോൾ എനിക്ക് എങ്ങനത്തെ വീഡിയോ ചെയ്യണം? ഡ്രസ്സ് ചെയ്യണോ? ഫുഡ് വേണോ? വീഡിയോ ഒരു ട്രാവലിൻ്റെ ചെയ്യണോ? ഒന്നും അറിയത്തില്ല. അതും ഇങ്ങനെ ചുമ്മാ ഇൻസ്റ്റയിൽ ഓരോ കണ്ടന്റ് കാണുന്നു. അതിനനുസരിച്ച് നമ്മൾ റിലേറ്റഡ് വീഡിയോസ് ഇങ്ങനെ ചുമ്മാ ഇടുന്നു. പക്കാ റീല്. എന്നാ അങ്ങനെ ഇട്ടാലോ? കുറച്ച് റീച്ച് കയറുന്ന രീതിയിൽ കുറച്ച് വീഡിയോസ് കാണുമ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ട് എൻ്റെ രീതിയിൽ അതിനെ അങ്ങ് ഇടും. അങ്ങനെ 2-3 വീഡിയോസ് ഇട്ടു. ആദ്യമൊന്നും വലിയ അനക്കമില്ല. പിന്നെ ഏതോ ഒരെണ്ണം നമ്മുടെ ട്വിങ്കിൾ ശ്രീധരൻ്റെ വെച്ച് മറ്റേ മിഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഐ ഫൈൻഡ് മൈ മിഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പം അതിട്ട് അതിലൊരു 70K എങ്ങാണ്ട് വരും. അപ്പോൾ നമുക്ക് ഹോപ്പായി. അപ്പം എൻ്റെ ആൾക്കാർ കാണുന്നുണ്ട്, എന്നെ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്ന്. ഫോളോവേഴ്സ് ഒന്നും കയറുന്നില്ല, വ്യൂസ് ഉള്ളി. അങ്ങനെ പിന്നെ എനിക്ക് അങ്ങനെ തോന്നി. ഒരു സുപ്രഭാതത്തിൽ ഞാൻ എന്താ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പം അവിടെ ഇടുന്നത് തന്നെ നമുക്ക് യൂട്യൂബ് ചാനലിലും എടുത്തിടാലോ, ഷോർട്സ് ഇടാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഷോർട്സ് ഇടാൻ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് ഷോർട്സ് ഓൾറെഡി യൂട്യൂബ് നമ്മൾ ഫോൺ മേടിച്ചതിൽ തന്നെ നമുക്കൊരു യൂട്യൂബ് ഇതുണ്ട്, അക്കൗണ്ട് ഉണ്ട്. അത് തന്നെയാണ് ഞാൻ എടുത്തത്. പുതിയൊരു അക്കൗണ്ട് എടുക്കാനൊന്നുമില്ല. ആ ഉള്ള അക്കൗണ്ട് തന്നെ ഞാൻ എൻ്റെ ചാനലാക്കി മാറ്റി. അങ്ങനെ കുറച്ച് വീഡിയോസ് ഇട്ടു. ആദ്യത്തെ 2 ഷോർട്സ് ഇട്ടു. അത് 1000 വ്യൂസ് വന്നു. അപ്പം തന്നെ നമ്മൾ യൂട്യൂബിൽ എത്രയും വ്യൂസ് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പി. അങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്നിരുന്നു. പിന്നെ ആ 1000 എന്നുള്ളത് 2000 ആയി ഏതോ ഒരു വീഡിയോയ്ക്ക്. പിന്നെ അത് പയ്യെ കുറഞ്ഞു 100, 80, 300, 400 ഈ ഒരു റേഞ്ച് നിൽക്കുക. ഞാൻ ഇൻസ്റ്റ ഇടുന്നത് തന്നെ ഇങ്ങോട്ട് ഇടാൻ. പിന്നെ അങ്ങനെ ഏതോ ഒരു PR ഗ്രൂപ്പ് വാട്സപ്പ് ചാനലിൽ ഞാൻ ആഡായിരുന്നു. അത് എന്തോ ഞാൻ എവിടുന്നോ എന്തോ ലിങ്ക് ഇൻസ്റ്റയിൽ നിന്ന് എന്തോ വാട്സപ്പ് ചാനലിൽ എൻ്റർ ചെയ്തതാണ്. ഞാൻ തന്നെ എൻ്റർ ചെയ്തതാണ്. അപ്പോൾ അവിടെ എന്തോ ഒരു ഫോം, അന്നൊക്കെ എനിക്ക് എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ കുറച്ച് ഫോമുകൾ കണ്ടു. ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊളാബ് കിട്ടുന്നൊരു ഇത് വന്നു. അപ്പോൾ പബ്ലിക്കാണല്ലോ അക്കൗണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഫോമുകൾ ഫില്ല് ചെയ്തു. 1 മാസത്തോളമായി. എനിക്ക് എവിടെ നിന്നും വന്നില്ല. പിന്നെ ഞാൻ ഫില്ല് ചെയ്യലൊക്കെ മടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഷീൻ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ ഡ്രസ്സൊക്കെ മേടിക്കാൻ പറ്റുന്ന ഡ്രസ്സ്, ജ്വല്ലറീസ്, ഫുട്വെയർസ് ഒക്കെ ഉള്ള ഒരു ആപ്പാണ്. അപ്പം അവിടെ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു കൂപ്പൺ കോഡ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കണക്ട് ചെയ്ത് എനിക്ക് ഒരു 500ൻ്റെ കൂപ്പൺ കോഡ് കിട്ടി. അത് ഭയങ്കര ഹാപ്പിയായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഷീൻ വാലറ്റിലേക്ക് ഒരു ദിവസം ഒരു 1000 റുപ്പീസ് വന്നു. അതിന് ഞാൻ പർച്ചേസ് ചെയ്തു. വീണ്ടും എനിക്ക് 1000 വന്നു. അങ്ങനെ 2000 റുപ്പീസ് എനിക്ക് ഷീൻ വാലറ്റിൽ വന്നു. അപ്പോൾ അതിങ്ങനെ പ്രൊമോഷൻ എന്നുള്ളൊരു പേരിലാണ് അവർ വരുന്നത്. തന്നെ ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയോ, ഷീൻ വരെ എന്നെ അംഗീകരിച്ചു എന്നൊരു തോട്ടൽ. അപ്പോൾ തൊട്ടെന്നാ ഇനി അങ്ങനെയുള്ള ഡ്രസ്സ്, ഫാഷൻ, ബ്യൂട്ടി അങ്ങനത്തെ വ്ളോഗ്സിലേക്കായാലെന്ന് ഓർത്തു. പക്ഷേ വ്ളോഗ്സിലേക്കാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് കാണിക്കാനെങ്കിലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണ്ടേ. ഞാൻ സത്യത്തിൽ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്ന ആളല്ല. വന്നിട്ടും പോയിട്ടും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ലിപ്സ്റ്റിക്ക്, പിന്നെ ഐലൈനറും. ഇതല്ലാണ്ട് പിന്നെ ഇടയ്ക്ക് വല്ല കമ്മലിട്ടാ. ഓൾറെഡി എപ്പോഴും കമ്മൽ ഒന്ന് തന്നെ ആയിരുന്നത് കൊണ്ട് അതും വല്ലപ്പോൾ. പിന്നെ ജ്വല്ലറീസ് കാണിക്കാനില്ല, ഒന്നും അങ്ങനെ പറയത്തൊക്കെ കാണിക്കാനില്ല. അപ്പം ഞാൻ ഷീനിൽ നിന്ന് കിട്ടിയ ഞാൻ ജീൻസായിരുന്നു മേടിച്ചത്. 2 ജീൻസും 2 ടോപ്പും മേടിച്ചത്. അപ്പം അത് ഞാൻ വീഡിയോ ഇട്ടു. അതിനൊരു 7000 വ്യൂസ് വന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എന്നാൽ ഫാഷൻ ഇട്ടാലോ. പക്ഷെ ഫാഷൻ ഇടാനുള്ള അത്ര ഫാഷൻ കാണിക്കാനുള്ള ടോപ്പും ഒന്നുമില്ല. പിന്നെ മെയിനായിട്ട് എൻ്റെ കയ്യിൽ ബ്യൂട്ടി പ്രൊഡക്ട്സും ഇല്ല. അങ്ങനെ ഇരിക്കെ ഏതോ ഒരു വീഡിയോ കണ്ടു, നമുക്ക് അങ്ങോട്ട് പോയി ബ്രാൻഡ്സിനോട് അപ്രോച്ച് ചെയ്യാം, അവർക്ക് പോയി ഡയറക്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ സെലക്ട് ചെയ്യണം. അങ്ങനെ ഞാൻ കുറേ ബ്രാൻഡുകൾക്ക് മെസ്സേജ് അയച്ചു.
കുറച്ച് പേരൊക്കെ റിപ്ലൈ തന്ന അതിങ്ങനെ ഓട്ടോമാറ്റിക് റിപ്ലൈ തന്ന് നമുക്ക് അതിൽ നിന്ന് ഫോം ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫോം ഫില്ല് ചെയ്തതാണോ അതോ ഞാൻ പറഞ്ഞ വാട്സപ്പ് ചാനലിൽ നിന്ന് ഫില്ല് ചെയ്തിട്ടാണോ എനിക്കറിയില്ല. എനിക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ഫസ്റ്റ് കൊളാബുണ്ട്. അതെനിക്ക് പറയാൻ വയ്യ. ഇത്രയും സമയം കിട്ടി. അത് വൈകുന്നേരമായി കിട്ടിയപ്പോൾ ഞാൻ ആ ഇരുട്ടത്ത് സത്യസന്ധ്യ ആ ഇരുട്ടത്തിരുന്ന് ഞാൻ ആ വീഡിയോ ചെയ്തു. വെറുതെ എൻ്റെ ഫോണിട്ടും ക്ലാരിറ്റി ഇല്ല, ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നുമില്ല. പക്ഷെ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ അത് ചെയ്തത്. എനിക്ക് ഒരു സ്ട്രോക്ക് ക്രീം ആയിരുന്നു. സത്യത്തിൽ സ്ട്രോക്ക് ക്രീം എങ്ങനെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലാത്ത ഒരാളായിരുന്നു. അന്ന് ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് സ്ട്രോക്ക് ക്രീം തേച്ച് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഇടണോ, അതിന് മുമ്പ് ഇടണോ, മോയ്സ്ചറൈസ് ഇടണോ, ഇടേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെ മെത്തേഡ് നോക്കിയിട്ടാണ് ഞാനന്ന് വീഡിയോ ചെയ്തത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ്. എനിക്ക് എന്നാൽ ഒരു സ്വിസ് ബ്യൂട്ടീൻ്റെ ആയിരുന്നു പ്രൊഡക്റ്റ്. അതിൻ്റെ സ്ട്രോക്ക് ക്രീമിൻ്റെ കൂടെ അവർ അഡീഷണൽ കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈമറും പിന്നെ ഒരു മറ്റേ pH വെച്ച് ചേഞ്ച് ആവുന്ന ലിപ് ഗ്ലോസ്, അതും പിന്നെ ഒരു സാധനമുണ്ട്, ഒരു കാജലും. അത് മൂന്നുമാണ് എനിക്ക് കിട്ടിയത്. അപ്പം അതിലെ ആ ഒരു ലിപ് ഗ്ലോസൊക്കെ കണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫ്ലവറൊക്കെ അതിൻ്റെ ഉള്ളിലൊരു ഫ്ലവറിന് ഇങ്ങനെ ഉള്ള ഒരു ഇതാണ്. ഇപ്പം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി. ഞാനോർത്തു ഓക്കെ, ഒരു പ്രൊഡക്റ്റ് എത്തി. എന്നാൽ ഇതിൻ്റെ ബാക്കിയുള്ള ആ 3 വെച്ചിട്ട് ഞാൻ തന്നെ, നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അത് വെച്ചിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഓർത്തിരിക്കുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ ഞാൻ കുറച്ച് ഫോമുകളൊക്കെ കണ്ടു. അങ്ങനെ ഞാൻ ഫോം ഫില്ല് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറച്ച് ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞത്, അങ്ങനെ ചെറിയ ചെറിയ ബ്രാൻഡുകൾ നോക്കി അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അപ്പോൾ അവരെനിക്ക് കുറച്ച് അങ്ങനെ കൊളാബ് തരാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ എനിക്കൊരു ഗ്രീൻബോ എന്ന് പറയുന്ന അവർ ഒരു ലിപ് ബാം അയച്ചു തന്നു. പിന്നെ ഒരു കസ്തൂരി മഞ്ഞളുടെ ഇത് ഒരു ഇൻഫോസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കസ്തൂരി മഞ്ഞൾ അയച്ചു. അപ്പം പൈസയോ പെയ്ഡൊന്നും അല്ല, എല്ലാം നമ്മൾക്ക് ബാറ്റർ കൊളാബാണ്, സ്റ്റാർട്ടറാണ്. എനിക്ക് ഫോളോവേഴ്സ് ഒന്നും അങ്ങനെ കൂടുന്നു പോലും. എനിക്ക് 1500 സ്റ്റിൽ സ്റ്റേ ചെയ്യുകയാണ്, കൂടുന്നൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ വീഡിയോസ് ചിലതൊക്കെ ഇച്ചിരി ഒത്തിരി വ്യൂസ് അല്ല, ഒരു 10,000 വ്യൂസൊക്കെ എത്തുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ എനിക്ക് നമുക്കിങ്ങനെ ഒന്നുമില്ലാത്ത ഒരാൾക്ക് നമ്മളായിട്ടൊന്നും മേടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ദൈവമായിട്ട് കൊടുത്തതെന്ന് പറയുന്നത് എനിക്ക് അതുപോലെ ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. ഇത് എനിക്ക് പ്രൊഡക്ട്സ് കിട്ടുന്നു അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അങ്ങോട്ട് അപ്രോച്ച്, ഇങ്ങോട്ടേക്ക് വരുന്ന ചിലതൊക്കെ ഉള്ളൂ, പക്ഷെ അങ്ങോട്ടേക്ക് ഞാൻ അപ്രോച്ച് ചെയ്തിട്ടും എനിക്കവർ തരാമെന്ന് പറയുന്നുണ്ടല്ലോ. എൻ്റെ അക്കൗണ്ട് വിസിറ്റ് ചെയ്തവർ ഓക്കെ ആണെങ്കിൽ അവർ തരാം എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം. എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ടല്ലോ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയൊരു അതൊരു ഭയങ്കര സന്തോഷം തന്നെ കേട്ടോ. എന്നെ സംബന്ധിച്ച്, എല്ലാവർക്കും അങ്ങനെയാണോയെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നവർക്ക് അയ്യോ ഇതാണോ എന്നൊരു തോന്നൽ വരാം. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ്. പിന്നെ എന്നെ അവിടെ എല്ലാവരും പറയും നിനക്കൊരു പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ലൈറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. സത്യത്തിൽ ഇവിടെ അതിനുള്ളതൊന്നും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എനിക്ക് ഇതിപ്പോൾ ഞാൻ പുറത്ത് വന്നിരിക്കുക, ഇവിടെ ഹോളിലൊക്കെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റായിട്ടുള്ള ഭിത്തിയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്, നല്ല ഓക്കെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ വാതിലൊക്കെ അടിച്ചിട്ട് പുറത്ത് വന്നിരിക്കുക. എനിക്ക് ആൾക്കാരുള്ള പറയാൻ ശരിയാണ്, ഞാൻ പുറമേ നോക്കുന്നവർക്കൊരു എക്സ്ട്രോവേർട്ടാണ്. പക്ഷെ ആരെങ്കിലും എന്നെ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ എനിക്ക് എന്ത് വേർട്ടാണെന്ന് എനിക്കറിയത്തില്ല, ആംബിയാണോ ഇൻട്രോ ആണോ, ആരെങ്കിലും ഇപ്പോൾ ഇവർ എൻ്റെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ നോക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ എനിക്ക് പറ്റില്ല, എടുക്കാനായിട്ട് പറ്റില്ല, അതൊരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വാതിലൊക്കെ അടച്ചിട്ട് അവരെ പപ്പയായും മമ്മീനെ അകത്തിരുത്തിയിട്ട് ഞാനിവിടെ പുറത്തിറങ്ങിയിരുന്ന് ഇച്ചിരി ചെടിയൊക്കെ വെച്ച്, ഇവിടെ ഓൾറെഡി നിറയുള്ളൊരു സാധനമാണ് ഇവിടെ ചെടികൾ. അപ്പോൾ നമുക്ക് ആംബിയൻസ് അത് വെച്ച് സെറ്റ് ചെയ്യാൻ ഓർത്ത് ഞാൻ അങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാൻ ഇരുന്നതാണ്. ഞാൻ എന്തെടുക്കണം എന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ചുമ്മാ അങ്ങ് പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്തൊക്കെയോ ഞാൻ കിടന്ന് എൻ്റേതായ കുറേ കഥകൾ പറയുകയാണ്. ഞാനിത് അപ്ലോഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. ഞാനങ്ങനെ വലിയ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ടോപ്പിക്കിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു. ഞാനിവിടെ വന്നത് സത്യത്തിൽ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അറിയിക്കാനാണ്. എനിക്ക് പ്ലമ്മിൻ്റെ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതൊന്നും എനിക്ക് മേടിക്കാനുള്ള ബഡ്ജറ്റ് സത്യത്തിൽ ഇല്ല. ചോദിച്ചവർ തരായിക്കൊന്നുമില്ല, പക്ഷെ നമ്മൾക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് എനിക്ക് തരുമോ എന്ന് ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാനായിട്ടാണ് ചെയ്യാൻ തുടങ്ങിയ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ ഏതോ ഒരു ഫോം ഫില്ല് ചെയ്തു പ്ലമ്മിൻ്റെ. ഞാനത് ഫില്ല് ചെയ്താൽ ഞാൻ ഓർക്കുന്ന പോലെയില്ല. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, പ്ലം ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും ചെയ്തു. അപ്പോഴാണ് ഞാൻ ഓർത്ത് എപ്പോഴും ഞാനൊരു ഫോം ഫില്ല് ചെയ്തായിരുന്നു. ഞാനപ്പോൾ ഇന്നലെ വീട്ടിലില്ലായിരുന്നു. ഞാൻ പുറത്ത് വന്നപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് വന്നിരിപ്പുണ്ട്. എനിക്കത് കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം
ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എനിക്ക് എന്താ കിട്ടിയിരിക്കുന്നതെന്ന്. ഒത്തിരി സാധനമൊന്നുമില്ല, ഇച്ചിരി വലിയ പെട്ടിയാണ്. അവർ നന്നായിട്ട് ഇതാക്കി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. 2 സാധനമേ ഉള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചാണ് എനിക്ക് ഭയങ്കര വലിയ കാര്യം. ഒന്ന് നമുക്ക് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ നിയാസിനമൈഡ് സെറമാണ്. ഞാൻ സെറം ഒന്നും യൂസ് ചെയ്തിട്ട് പോലും ഇല്ലാത്ത ഒരാളാണ്. പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുന്ന ഇപ്പോഴത്തെ കാലത്ത് ഒന്നും യൂസ് ചെയ്യാത്ത ആരും തന്നെയില്ല. പക്ഷേ ഞാനത് യൂസ് ചെയ്തിട്ടില്ല, അതൊരു കാര്യം. പിന്നെ അടുത്തത് പ്ലമ്മിൻ്റെ ഇത് ഞാൻ ഇതാക്കാൻ വേണ്ടി കാണിക്കാം. പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ നിയാസിനമൈഡിൻ്റെ തന്നെ മോയ്സ്ചറൈസറാണ്. എനിക്ക് ഈ മോയ്സ്ചറൈസർ വേണം എപ്പോഴും ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിൻ്റെ ആ ഒരു പാക്കിങ്, ആ ഒരു ക്യൂട്ട് ബ്ലൂ കളർ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സന്തോഷം പിന്നെ എല്ലാവരും ചെന്നത് ഞാനൊന്ന് കൊട്ടാം. എനിക്കും അങ്ങനെ നമ്മുടെ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ കിട്ടിയിരിക്കുകയാണ്. ഇന്നലെ കിട്ടിയപ്പോൾ എനിക്ക് ആരെയില്ല തുള്ളിച്ചാണത്, അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു ഞാൻ. അപ്പോൾ ഒരു ചെറിയൊരു കാര്യം കൊണ്ടും നമുക്ക് ഒത്തിരി ഹാപ്പി ആകാൻ പറ്റും എന്നുള്ളൊരു സംഭവം ഞാൻ അങ്ങനെ റിയലൈസ് ചെയ്തു. ഇത് അതിൻ്റെ സെറം നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ടൈം പറയാം. ഇനി ഞാൻ ഇത് തൊട്ട് എനിക്ക് യൂസ് ചെയ്യണം. ഇന്നലെ തൊട്ട് ഞാൻ ആക്ച്വലി യൂസ് ചെയ്തു. ഇതൊക്കെ ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, പിന്നെ നമ്മൾ പ്ലമ്മിൻ്റെ കിട്ടിയ സന്തോഷത്തിലിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വേറൊരു പ്രൊഡക്റ്റ് വന്നു. അത് ഞാൻ മാൾസിന് ഡയറക്റ്റ് ഇപ്പോഴും മെസ്സേജ് അയച്ചത്, എനിക്കൊരു കൊളാബ് തരുമോ എന്നുണ്ട്. എൻ്റെ ചേച്ചി മെസ്സേജ് അയച്ച് അവരുടെ എന്തൊരു അവരുടെ ഡയറക്റ്റായിട്ട് മെസ്സേജ് റിപ്ലൈ കൊടുത്തായിരുന്നു. അപ്പോൾ അവർ മാൾസൊക്കെ എനിക്ക് തരുമെന്ന് ഞാൻ ജന്മത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അവരെനിക്ക് അവരുടെ പാഴ്സൽ അയച്ചു തന്നു. അതും 3 എണ്ണം, 3 കളറ്. അത് ബ്ലാക്ക്, ഒരെണ്ണം ബ്ലാക്ക്, പിന്നെ ഒരെണ്ണം ബ്ലൂ, പിന്നെ ഒരെണ്ണം നമ്മളുടെ ഒരു ഗോൾഡൻ പോലത്തെ ഒരു കളർ. ആക്ച്വലി ഇത് ഞാനിത് യൂസൊക്കെ ചെയ്ത് നോക്കി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കാജൽ നമുക്ക് എല്ലാത്തിനും കൂടെ ഒരു റൂളറും കൂടെ വരുന്നുണ്ട്. ഈ ഒരു കാജൽ ശരിക്കും നമുക്ക് കാജൽ എന്നതിനേക്കാൾ ഉപരി നമുക്കൊരു ഐ ഷാഡോ ആയിട്ട് ഇടാമെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ കയ്യിൽ വെച്ച് നോക്കാം. നല്ലൊരു ഗ്ലോയി ഫിനിഷാണ് ഇതിന്. നല്ലൊരു ഗ്ലോയിനെസ് ആണ് നമുക്ക് തരുന്നത്. കണ്ടോ? ഇത് നമുക്കൊരു ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഇങ്ങനെ ബ്ലാക്ക് ഐലൈനർ എഴുതിയിട്ട് അതിൻ്റെ പൊക്കത്ത് കൂടി ഒന്ന് ലൈൻ ചെയ്യുവാണെങ്കിൽ അതിന് വേറൊരു എഫക്റ്റ് കിട്ടുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. കണ്ടോ? അപ്പോൾ ഇതൊരു ഐ ഷാഡോ ആയിട്ടും യൂസ് ചെയ്യാം. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഐ ഷാഡോ ഒന്നും ഇല്ലല്ലോ. പിന്നെ അടുത്തത് ഇതിൻ്റെ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ഒരു ബ്ലൂ ആണ്. പിന്നെ ഇത് കുറേ നേരം